ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമ്മുടെ മാധവാനുഭവം കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ അനന്തകോടി നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് തന്നെ ഞാൻ പറയുന്നത്, ഒരു മാല നിങ്ങൾ 6 മാസം മുടങ്ങാതെ ജപിച്ചു നോക്കൂ. നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന സന്തോഷങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ, എന്താണ് ഈ മാല ജപിക്കുക എന്ന് വെച്ചാൽ? അതായത് ജപമാല, അതായത് 108 മുത്തുകളുള്ള ജപമാലയെക്കുറിച്ചാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ ദിവസവും ജപിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ, അതായത് ഇപ്പം നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ദിവ്യമന്ത്രം നമുക്ക് ഈ ഒരു 108 തവണ നിന്നും രാവിലെയും വൈകിട്ടും നിങ്ങളൊരു 6 മാസക്കാലം മുടങ്ങാതെ നിങ്ങളൊന്ന് ജപിച്ചു നോക്കൂ. നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഈ വാക്കുകളിലൂടെ പറയുന്നതല്ലാതെ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. കാരണം എനിക്കുണ്ടാവുന്ന ഓരോരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നീ ദിവ്യമന്ത്രം അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെയോ ദേവിയുടെയോ ഏതാണോ ഇഷ്ടദൈവം എന്നുള്ള ആ ഒരു മന്ത്രം, നിങ്ങൾക്കുള്ള ഇഷ്ടദേവൻ ആരാണോ ആ ഒരു മന്ത്രം നിങ്ങൾ മുടങ്ങാതെ ജപിച്ചു നോക്കൂ. നാരായണ 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 എന്നായാലും, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ നാരായണായ എന്ന മന്ത്രവും നിങ്ങൾക്ക് എന്താണോ ജപിക്കാൻ തോന്നുന്നത് ആ ഒരു മന്ത്രം നിങ്ങൾ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ജപിച്ചു നോക്കും. ഇപ്പം നമ്മളെ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അമ്മമാർക്കൊക്കെ ഇങ്ങനെ ജപിക്കാവുന്നതാണ്. കാരണം അമ്മമാർക്കൊക്കെ ഒരുപാട് സമയം കിട്ടും. കാരണം രാവിലെ ഞാൻ ഈ ഭഗവത്ഗീതയുടെ നമ്മളുടെ തീർത്ഥയാത്രയിൽ ഞാൻ പറയാറുണ്ട്, നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മളുടെ പൂജാറം തുറക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ആ പാഞ്ചജന്യം മുഴക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ഓംകാര ശബ്ദം നമ്മളത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ പൂജാ റൂം ഒന്ന് തുറന്നു നോക്കൂ. അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്കതൊരു മാറിയതായിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ നമ്മളിങ്ങനെ മുടങ്ങാതെ ജപിച്ചുകൊണ്ടിരിക്കുക. അതൊരു മാല നമ്മൾ ഡെയിലി നമുക്ക് ഓരോ നിമിഷത്തിലും നമ്മൾ ജപിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അത് ജപമാലയിൽ നമ്മളൊന്ന് ജപിച്ചു നോക്കൂ. നമ്മൾ ജപമാലയിൽ ജപിക്കുന്നതിൻ്റെ ഒരു ശക്തി അതൊന്ന് വേറെ തന്നെയാണ്. നമുക്കല്ലാത്ത സമയത്തൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ജപിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ രാവിലെയോ വൈകിട്ടും ഈ ഒരു ജപമാലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചു കൊണ്ടേയിരുന്നോളൂ. നിങ്ങളുടെ ജീവിതം മാറും. നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ കമൻറ്റ് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പൊന്നു ഗുരുവായൂരപ്പൻ നല്ല ഉണ്ണികൃഷ്ണൻ എത്രത്തോളം നമ്മൾ സ്മരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് നമ്മൾ പൊന്നുണ്ണി. അതായത് നമുക്കറിയാവുന്ന ഓരോരോ കാര്യങ്ങളാണത്. നമ്മളിപ്പോൾ ഗുരുവായൂരിൽ പോയാൽ തന്നെ നമുക്കത്, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ദിവ്യമായ ആ ഒരു മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ. നമ്മൾ എത്രത്തോളം സങ്കടത്തോടെ ആയിരിക്കും നമ്മൾ ഗുരുവായൂരിൽ പോകണമെന്ന് നിന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊന്നുണ്ണിയോട് പറയാനായിരിക്കും നമ്മൾ പോവുക, അല്ലേ? നമ്മൾ ഓരോരുത്തരും ഭഗവാനെ കണ്ടിട്ട്, ഭഗവാനെ എൻ്റെ സങ്കടം ഇതാണ്, എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം അങ്ങ് കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യുക, നമ്മൾ ഗുരുവായൂരിൽ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ആ ഇറങ്ങി ആ പുണ്യമായിട്ടുള്ള ആ ഒരു ഭൂമിയിൽ കാലെത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനൊരു എന്താ പറയുക, പകുതി ആശ്വാസം തന്നെയാവും, അല്ലേ? മനസ്സിൽ അത്രത്തോളം സന്തോഷവും, നമ്മളിനി പോകുന്നത് നമ്മളെ പൊന്നു ഗുരുവായൂരപ്പനെ കാണാനാണല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി നമുക്കുണ്ട്. ഈ രണ്ടും കൂടിയിട്ടാണ് നമ്മൾ അവിടെ എത്തുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കാണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു 6 മാസം നിങ്ങളൊരു സമയം എടുത്തിട്ടൊന്ന് ജപിച്ചു നോക്കൂ. മറ്റെന്തൊക്കെ ആയാലും
രാവിലെ നമ്മളതൊന്ന് മുടങ്ങാതെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ഒരു 108 തവണയൊക്കെ മന്ത്രങ്ങൾ ജപിക്കാമെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മതി നമുക്ക്. നമ്മളതിനായിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. നമ്മളെ ലൈഫിൽ നമ്മളല്ലാതെ തന്നെ ഫോണിലൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോണിലൊക്കെ ടൈം വെറുതെ പാഴാക്കുന്ന ആ ഒരു സമയത്ത് നമുക്കായിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ജപിച്ച് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹങ്ങളും നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് ഭഗവാൻ സാധിച്ച് തന്നിരിക്കും, ഉറപ്പാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതൊരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് നേരം ക്യൂ നിന്നിട്ട് ഭഗവാനെ കാണുന്നതാണ് ഒരുപാട് മാതിരിയുള്ള കാര്യം. കാരണം അത്രയും നേരം എനിക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാലോ എന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു സന്തോഷം. എന്നിട്ട് ആ നാമജപത്തിലൂടെയൊക്കെ കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ആ ഒരു ദർശനം ഉണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് കണ്ണ് നിറഞ്ഞിരിക്കും. അങ്ങനെ കാണാൻ തന്നെ എനിക്ക് ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അത്രയും സന്തോഷത്തോടെയാണ് ആ ദർശനം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ 108 തവണ നിങ്ങളുടെ കയ്യിൽ മാല ഉണ്ടെങ്കിൽ അതൊന്ന് ജപിച്ച് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഭഗവാൻ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.